റോഷിപാൽ, കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനോട് അത് ചോദിക്കുമ്പോൾ പക്ഷേ ഏറ്റവും പക്വതയുള്ള പ്രതികരണമാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാധു, കെ സുധാകരൻ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ വി ഡി സതീശൻ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം കെ സുധാകരൻ ഒരു ഘട്ടത്തിൽ പോലും വി ഡി സതീശൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുമില്ല. കാരണം പലപ്പോഴായി കെ സുധാകരൻ ഏറ്റുമുട്ടിയത് അവസാന ഘട്ടം വരെ വി ഡി സതീശനുമായിട്ടായിരുന്നു. കെ സുധാകരൻ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മെരുങ്ങുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് കെ സുധാകരൻ ഇപ്പോഴെടുത്ത നിലപാട്, ആ പരസ്യമായ നിലപാട്, അതുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ഹൈക്കമാൻഡിന് മുന്നിലെത്തുമ്പോൾ. കാരണം സുധാകരനെ അനുനയിപ്പിച്ചപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഇനിയും ചർച്ച നടത്താനുള്ള ഒരു വഴി തുറന്നിട്ട്, ഒരു വാതിൽ തുറന്നിട്ടാണ് ആ ചർച്ച അവിടെ അവസാനിപ്പിച്ച് ദില്ലിയിൽ നേരെ സുധാകരൻ മടങ്ങിയത്. ഇനി ഏറ്റവും അടുത്ത ദിവസം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ചയുണ്ട്. മാത്രവുമല്ല, സുധാകരൻ വഴങ്ങി ഇങ്ങോട്ടേക്ക് കേരളത്തിലെത്തി പ്രചാരണത്തിൽ സജീവമായി പോകുമ്പോൾ, പാർട്ടിക്ക് വിധേയനായി പോകുമ്പോൾ സ്വാഭാവികമായും സുധാകരൻ പറഞ്ഞ ഒരു വാക്കിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയാണ് കെ സുധാകരൻ. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിസ്ഥിതി നിലപാട് കെ സുധാകരൻ സ്വീകരിക്കുമ്പോൾ അവിടെ പാർട്ടി നേതൃത്വം പ്രതിസന്ധിയിലാകും. എല്ലാ കാലത്തും MLA-മാരുടെ അഭിപ്രായം ചോദിച്ചാലും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കുക. കഴിഞ്ഞ തവണ MLA-മാരുടെ പിന്തുണ പരിശോധിച്ചപ്പോൾ അത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന, അതിന് തൊട്ടും പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ പിന്തുണയുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് പല കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വി ഡി സതീശനെ, പാർലമെന്ററി പാർട്ടി ലീഡറായി വി ഡി സതീശനെ തെരഞ്ഞെടുക്കുന്നത്. ഹൈക്കമാൻഡ് എടുത്ത ഒരു അന്തിമ തീരുമാനമാണ്. അന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളായിരുന്നു MLA-മാരുടെ അഭിപ്രായം തൊടാൻ കേരളത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നിരീക്ഷകരായി എത്തിയിരിക്കുന്നത് സച്ചിൻ പൈലറ്റും കനയ്യകുമാറും ഇമ്രാൻ പ്രതാപ് ഗഡി അടക്കമുള്ള നേതാക്കളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നാലെ തന്നെ MLA-മാരുടെ അഭിപ്രായം തേടും. അതേസമയം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് മുൻ KPC അധ്യക്ഷന്മാരായ കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം AK ആന്റണി, ഒപ്പം VM സുധീരൻ അടക്കമുള്ള പ്രധാന നേതാക്കളുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ഘട്ടത്തിൽ എന്ത് നിലപാടായിരിക്കും കെ സുധാകരൻ സ്വീകരിക്കുക എന്നത് വളരെ നേരത്തെ തന്നെ കെ സുധാകരൻ വെളിപ്പെടുത്തിയെന്നാണ് പ്രധാനം. ഇത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പിന്തുണയാണ്. അത് കോൺഗ്രസിനകത്ത് ഏതൊക്കെ തരത്തിൽ അത് ചർച്ചയാകും, ഏതൊക്കെ തരത്തിൽ അത് പ്രതിഫലിക്കുമെന്നതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ശരിയാണ്, ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ഉണ്ട്, അത് കൃത്യമാണ്. പക്ഷെ മാധ്യമപ്രവർത്തകർ സതീശനോട്, വി ഡി സതീശനോട് ആ ചോദ്യം ചോദിക്കുന്നു. താൻ എന്ത് മറുപടി പറയും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പ്രതികരണത്തിന്റെ പ്രഹരശേഷി എന്ന് വി ഡി സതീശൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. മാധു, വി ഡി സതീശന് അതിനപ്പുറത്തേക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം കൂടി വി ഡി സതീശനുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവാണ്, പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറാണ്. അപ്പോൾ കെ സുധാകരൻ പറയുന്നത് പോലെ അഭിപ്രായം വി ഡി സതീശന് പറയാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത്, കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് കലങ്ങി മറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഘട്ടത്തിലൊക്കെ KC വേണുഗോപാലിന് വലിയ മുൻതൂക്കമുണ്ട്. അത് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും KC വേണുഗോപാലുമായി വലിയ അടുപ്പമുള്ളവർ, വിശ്വസ്തരാണ്. ഓരോ ജില്ലയിലും ഓരോ നിയമസഭാ മണ്ഡലത്തിലും അങ്ങനെ വലിയ മുൻതൂക്കം KC വേണുഗോപാൽ ഉണ്ടാകുന്ന സാഹചര്യമാണ്. രണ്ടാമത്, ഇപ്പോൾ സ്ഥാനാർത്ഥികളെ എത്തുന്നത് പിന്നീട് രമേശ് ചെന്നിത്തലയുമായി വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഏറ്റവും മുന്നിൽ ഈ രണ്ട് നേതാക്കൾ നിൽക്കുന്ന കാലഘട്ടം കൂടിയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു വാക്കുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വലിയ തിരിച്ചടിയാണ്. കാരണം വലിയ ഉത്തരവാദിത്വം കൊണ്ടുണ്ട്. UDF-നെ നയിക്കുന്ന നേതാവ് കൂടിയാണ്, UDF ചെയർമാൻ കൂടിയാണ് വി ഡി സതീശൻ. അപ്പോൾ പക്വതയോടെ, പാകതയോടെ തന്നെ സംസാരിച്ച് പ്രതികരണങ്ങൾ നടത്തി മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഇനി കെ സുധാകരനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും കെ സുധാകരൻ പ്രതികരിക്കുക എന്ന് ഒരു തരത്തിലും നിശ്ചയിക്കാൻ വളരെ കൃത്യമാണ്. വിവരങ്ങൾ നൽകിയത്. നമുക്ക് VS രഞ്ജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. VS രഞ്ജിത്ത്, ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിലെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട് ഈ പാർട്ടിക്ക് എന്നുള്ളത്. ഈ നേതൃധാരാളിത്തം എന്ന് പറയുന്നത് കോൺഗ്രസിന് അനുഗ്രഹമാണ്, സ്ട്രെങ്ത് ആണ് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ ഈ രീതിയിൽ ഒരു ടാക്ടിക്കലായ മറുപടി പറഞ്ഞു പോകാറ്. പക്ഷേ ഇവിടെ വളരെ ഡയറക്റ്റായി ഒരു പേര് കെ സുധാകരൻ ഉന്നയിക്കുകയാണ്. അത് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കാം. ആദ്യ പ്രതികരണം എന്തായാലും ഏറ്റവും പക്വതയോടുകൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന്, സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇതിന്റെ മറുപടികൾ ഉണ്ടാകാം. മാധു, തീർച്ചയായിട്ടും ഇതിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ആര് എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയുടെ പേര് നേരെ പറയുകയാണ്. അത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടിയാവാം. പക്ഷേ അതിന് മറുവശം കൂടിയുണ്ട്. കാരണം പാർട്ടിയിൽ തനിക്ക് ഏറ്റിട്ടുള്ള മുറിവ്, പാർട്ടി സഹപ്രവർത്തകർ തനിക്ക് നൽകിയ മുറിവ്, അതാണ് താൻ ഇത്തരത്തിലൊരു മടുപ്പിലേക്ക് പോകാനുള്ള കാരണം, കേരള രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം. ആ മടുപ്പിലേക്ക് സുധാകരനെ എത്തിച്ച കാര്യങ്ങൾ, അത് ഏതാണ് ആ സഹപ്രവർത്തകർ, അത് രമേശ് ചെന്നിത്തലയല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി.
തന്നെ മുറിപ്പെടുത്തിയ, തന്നെ നോവിച്ച സഹപ്രവർത്തകരെ കുറിച്ച് ഡോക്ടർ അരുൺകുമാറിന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ആ സഹപ്രവർത്തകർ ആര് എന്നതിന് വളരെ കൃത്യമായൊരു മറുപടി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവണമെന്ന് സുധാകരൻ പറയുന്നതോടുകൂടി ആരൊക്കെയാണ് തന്റെ ശത്രുക്കൾ എന്ന് അവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് കെ സുധാകരൻ. കാരണം വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലുമാണ് അപ്പുറത്തുള്ളവർ. അവരുടെ പേരുകൾ പറയാതിരിക്കുന്ന ഒരു പക്ഷേ കൂടുതൽ യോഗ്യത രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ തന്നെ ചിലരൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു തുറന്നു പറച്ചിൽ കൂടി കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയുമ്പോൾ അതിന്റെ മറുവശം കൂടി ആരൊക്കെയാണ് തന്നെ ഉപദ്രവിച്ചവർ എന്നുകൂടി പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ കെ സുധാകരൻ. ആ പേരുകളിലേക്ക് കൂടി ഇനി കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ആ പേരുകൾ അദ്ദേഹം തുറന്നു പറയുമോ അദ്ദേഹത്തിന്റെ തുടർ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലിന് കെ സുധാകരൻ തയ്യാറായിരിക്കുന്നു. താൻ ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് ഇല്ല, ഇനി മത്സരിക്കാനുമില്ല, ഇനി മന്ത്രിസഭയുടെ ഭാഗമാകാനുമില്ല. ഇനി ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരായിട്ടുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതോടുകൂടി തന്റെ പാർട്ടിയിലുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നതുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രമേശ് ചെന്നിത്തലയെ അദ്ദേഹം ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. വി.എസ്. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. കെ സുധാകരന്റെ ഭാഗത്ത് നിന്നാണ് ഒരു വലിയ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. രണ്ടു കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, സഹപ്രവർത്തകരുടെ അടക്കം ചില കാര്യങ്ങളാണ് തനിക്ക് മനോവിഷമം ഉണ്ടാക്കിയത്. താൻ ഇനി അതിന് കാലം കഴിഞ്ഞു പോയി, താൻ ഇനി ഈ സർക്കാരിന്റെ ഭാഗമാകാൻ അടക്കമില്ല എന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസിലെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇത്ര തുറന്നുള്ള ഒരു പറച്ചിൽ അടുത്ത കാലത്ത് ആദ്യം, അതും ഇത്രയും മുതിർന്ന ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ആര് മുഖ്യമന്ത്രി ആകണമെന്നതാണ് താല്പര്യമെന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തല എന്നൊരൊറ്റ പേരിലേക്ക് കെ സുധാകരൻ എത്തുകയും ചെയ്യുന്നു.